കണ്ണൂർ എഡിഎമായ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ കൃത്യമായും മാഫിയ സംഘങ്ങളുടെ ഇടപെടലാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ വസ്തുതാപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷ വെളിപ്പെടുത്തിയ കാര്യമാണ്. കണ്ണൂരിൽ വലിയ തോതിൽ അവിടെ മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ, അവരുമായി നിരന്തരം സത്യസന്ധനായ ഈ ഉദ്യോഗസ്ഥര് കൊമ്പ് കോർക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സാഹചര്യം കൃത്യമായി വിവരിക്കപ്പെടുന്നുണ്ട്. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ ഗീത ഐ.എ.എസിൻ്റെ കണ്ടെത്തിയ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ അത് എങ്ങനെയും മുക്കി സർക്കാർ പി ദിവ്യയെയും അതുപോലെ തന്നെ മാഫിയകളെയും രക്ഷിക്കാനും ഒരു സംരക്ഷണ വലയം തീർക്കാനും ശ്രമിച്ചിട്ട് നാളുകളേറെയായി. CPIM-ന് ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബാന്ധവം കണ്ണൂരിൽ പരസ്യമാണ്. അത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. എന്നിട്ടും ഇപ്പോൾ ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദിവ്യക്കെതിരെ ഒരു ഇല പോലും അനക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ കാരണം പി ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസാണ് ഈ വിഷയം. പി ദിവ്യയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എന്ന് പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ബോധ്യപ്പെടുത്താൻ, അതായത് പാർട്ടി ദിവ്യയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ കൃത്യമായും പി ദിവ്യയ്ക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സംരക്ഷണ കവചവും തീർത്തുകൊണ്ടായിരുന്നു അവർക്കെതിരെ ഒരു രീതിയിലും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്രിമ സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കിയതെന്ന് വ്യക്തമാകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. എന്നിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും സർക്കാർ ഒരു ഉളുപ്പുമില്ലാതെ കോടതിയിൽ മഞ്ജുഷയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് തള്ളിമറിക്കുകയാണ്. നിരവധിയായ സമൂഹ മാധ്യമങ്ങളിൽ പി ദിവ്യയെ വലിയ തോതിൽ അനുകൂലിക്കാൻ ഇപ്പോഴും സൈബർ സഖാക്കൾ വെമ്പുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിരവധിയായ പോരാളി ഷാജിമാർ അതിനുവേണ്ടി ഇറങ്ങി വലിയ തോതിൽ കഷ്ടപ്പെടുകയാണ്. വാസ്തവത്തിൽ ആറളം ഫാമുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കളക്ടറായ അരുൺ കെ വിജയൻ്റെ വ്യക്തമായ പങ്ക് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കൈവിലങ്ങ് വെച്ച് അകത്താക്കാനുള്ളതായിരുന്നു. എന്നിട്ടും അതൊന്നും ചെയ്തില്ല. എന്നിട്ട് ദിവ്യ ഉൾപ്പെടുന്ന നിരവധിയായ തിരിമറി കേസുകൾ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. ഇതിനെല്ലാത്തിനും മുഖ്യ സൂത്രധാരൻ പി ശശിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കളക്ടർ നീണ്ട അവധിയിൽ പ്രവേശിച്ച് ഡൽഹിയിലേക്ക് സ്പെഷ്യൽ നോമിനേഷൻ പോകും എന്ന തരത്തിലേക്ക് വാർത്ത വന്നപ്പോൾ കളക്ടറെ ആ വിഷയത്തിൽ നിന്നും തടിയൂരിക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുകയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ത്തിൽ നവീൻ ബാബു ഇടതു സംഘടനയിൽ പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പാകപ്പിഴ. പി ദിവ്യയെ പോലെ ഒരു വ്യക്തി ഇത്രയധികം സ്വാധീനം വെച്ച് കണ്ണൂർ ലോബിയിൽ വലിയ രീതിയിൽ അർമാദിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാതെ മറ്റെന്ത് വഴിയാണ് MV ഗോവിന്ദനും ഭാര്യ ശ്യാമളയ്ക്കുമൊക്കെ ഉള്ളത്? സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുമൊന്നും ഒരു കാലത്തും നീതി ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഏത് നടപടിയും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായാണ് CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ചേതോവികാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായും അടിപതറും. CBI വന്നാൽ അവരുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ചെടുക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അടക്കമുള്ള നിർണായക തെളിവ് വിവരങ്ങൾ എല്ലാം തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതിയാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമെന്ന് നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ഉണ്ടാകാതിരിക്കാനും കേന്ദ്രത്തിന് വിടാതിരിക്കാനും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിന് എല്ലാ രീതിയിലും ചുക്കാൻ പിടിക്കുന്നത് കളക്ടർ അരുൺ കെ വിജയനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. പി ദിവ്യയെ സംരക്ഷിക്കുന്നവർ മാത്രമല്ല, അവരെ സംരക്ഷിച്ചു പോകുന്നത് മാഫിയ സംഘങ്ങളാണ് എന്ന് മഞ്ജുഷ തുറന്നടിച്ചിട്ടും അവരുടെ മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെ, അദ്ദേഹത്തിൻ്റെ മരണം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞ് മൊഴിയെടുക്കുന്നത് പോലും സംഭവിക്കാതെ
ടി.പി. ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചതിന് ശേഷമാണ് മൊഴി പോലും എടുത്തത്. അവിടെ തന്നെ കള്ളക്കളി കൈയോടെ പിടികൂടിയതാണ്. TV പ്രശാന്തനെന്നും പറഞ്ഞ് 2 ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ജനങ്ങളെയും അതുപോലെ കോടതിയെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശാന്തനെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തത് അത്ഭുതകരമാണ്. 2 ഒപ്പുണ്ട് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ കള്ളത്തരം മാത്രം തട്ടിവിടുന്ന കൊടും ക്രിമിനലായ ഇയാളെ സംരക്ഷിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് മഞ്ജുഷ ചോദിക്കുന്നത്. മഞ്ജുഷ കൃത്യമായി പറയുന്നു, പ്രശാന്തന് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ പങ്കുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ യാതൊരു രീതിയിലും തയ്യാറാവുന്നില്ല. ഇവിടെ തന്നെ ഉള്ളുകളികൾ പൊളിഞ്ഞടുക്കുകയാണ്.